എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് കരുത്തുറ്റ ഒരു മനസ്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഒന്ന്, അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിൽ അഭേദ്യമായ, അല്ലെങ്കിൽ അറിവുള്ളവൻ അവൻ പ്രകാശം നിറച്ചവനും അവൻ സദാ സമൃദ്ധിയുള്ളവനും സന്തുഷ്ടനുമായിരിക്കും. യഥാർത്ഥ അറിവുള്ള ഒരു വ്യക്തി അയാളുടെ തന്നെ പ്രകൃതത്തെ തിരിച്ചറിയുകയും സദാ ആനന്ദത്തിലും ഉല്ലാസത്തിലും സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കുന്നു. അവനവനെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചോ തന്നെക്കുറിച്ചോ കൃത്യമായ ധാരണ ഇല്ലാത്ത ആളും അതുപോലെ തന്നെ തെറ്റായ ധാരണയിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അന്ധകാരത്തിൽ അല്ലെങ്കിൽ നിരന്തരമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ഇൻഫർമേഷൻ, ഒരു വെളിച്ചം, ഒരു അറിവിന്റെ ഒരു വെളിച്ചം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കും എന്നതുകൊണ്ട് ഈ ഒരു സെഷൻ മുഴുവനായിട്ട് കേട്ടിരിക്കുക. രണ്ട് മൂന്ന് കാര്യം, അതിനുശേഷം ഞാൻ എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് വരുതിയിൽ കൊണ്ടുവരാം. നമ്മളിപ്പോ 2025 നമ്മളിപ്പോ റിച്ച് വൈബിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അകത്ത് ഉള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ് പുറത്ത്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ റിച്ച്നെസ്സിന് അകത്തോട്ട് നമ്മൾ സന്നിവേശിപ്പിക്കണമെങ്കിലും നമ്മുടെ മനസ്സ് നേരെ നിൽക്കണം. അതിന് ചില പ്രകാശങ്ങൾ നമ്മുടെ ഉള്ളോട്ട്, നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പൂർണ്ണമായും ഉല്ലാസവും സമാധാനവും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിറക്കപ്പെട്ട ഒരു പ്രകൃതമാണ് നമ്മുടെ. എന്തുകൊണ്ട് ആ പ്രകൃതം മറക്കപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ അജ്ഞത, നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിറക്കപ്പെട്ട അന്ധകാരത്തിന്റെ അജ്ഞതയുടെ ആ ഒരു കൂരിരുട്ട് അകത്ത് പ്രവേശിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രകൃതത്തിലൂടെ നമുക്ക് പോകുവാൻ സാധിക്കാത്തത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഒരുപാട് കാലമായി ഈ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഫീൽഡിൽ, മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഒരാളും എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞിട്ടില്ല, സർ, കരീം സാർ, കുറെ നാളായി മനസ്സിന് വല്ലാത്ത സമാധാനം, വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു സന്തോഷം, എനിക്കൊരു ട്രീറ്റ്മെന്റ് വേണം എന്ന് ഒരിക്കലും ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാറേ, എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അതായത് ഒരു പ്രശ്നത്തിലൂടെ, ഒരു ഇഷ്യൂസിലൂടെ, ഒരു പ്രോബ്ലത്തിലൂടെ മനുഷ്യന് കടന്നു പോകുവാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? ഒരു ട്രെയിനിന് ഒരിക്കലും ഒരു റോഡിലൂടെ പോകുവാൻ സാധിക്കാത്തതുപോലെ, ഒരു ട്രെയിൻ അതിന്റെ പാളത്തിലൂടെ പോവുകയാണെങ്കിൽ അതിന് കംപ്ലൈന്റ് ഇല്ല. ഒരു ബസ് അതിന്റെ റോഡിലൂടെ പോവുകയാണെങ്കിൽ അതിന് കംപ്ലൈന്റ് ഇല്ല. ഒരു കാറ് അതിൻ്റെതായ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ അതിന് കംപ്ലൈന്റ് ഇല്ല. റൂട്ട് തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ റൂട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, സമൃദ്ധിയാണ്, ആശ്വാസമാണ്, ഉല്ലാസമാണ്, സദാ ആനന്ദമാണ് എന്ന സത്യം തിരിച്ചറിയുക. അത് ലഭിക്കാത്തത് നമ്മുടെ ഉള്ളിൽ ഈ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബൊക്കെ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പങ്കെടുക്കണം, നിങ്ങൾക്ക് യാതൊരു ചെലവുമില്ല എന്നൊക്കെ നമ്മൾ ഉച്ചൈസ്തരം പറയുവാൻ കാരണം നമ്മുടെ അകത്ത് ഈ വെളിച്ചം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതിന് വേറെ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രകാശം നിറക്കണമെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരായി തന്നെ ചിന്തിക്കണം. വേറെ ഒരാൾക്കതിന് ഒരു പങ്കുമില്ല എന്ന് ആമുഖമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരുടെയും പ്രകൃതം ഇതാണ്. ഏത്? സന്തോഷവും സമൃദ്ധിയുമാണ്. അതിൽ എത്രയും നമുക്ക് നിൽക്കാം, മടുക്കില്ല. ഒരാൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം അയാൾക്ക് മടുക്കില്ല, കാരണം അത് അയാളുടെ നേച്ചറാണ്, പ്രകൃതമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ ഒക്കെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ചുള്ള
അടങ്ങാത്ത കുറ്റബോധം, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള അസൂയ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോടുള്ള അടങ്ങാത്ത പക, കുടിപ്പക എന്നൊക്കെ പറയും. അതുമല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിരന്തരമായി നമ്മളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന 100 കൂട്ടം ചിന്തകൾ. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, പൂർണ്ണമായും തിരിച്ചറിയണം, അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അയാളുടെ പുരോഗതിക്ക് വേണ്ടി, പ്രോഗ്രസിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട ഊർജങ്ങൾ മുഴുവനും ഇതിനു വേണ്ടി ചെലവഴിക്കുകയും അയാൾ ഒരു ഡ്രൈ ആവുകയും ചെയ്യും. ഈ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചില ആൾക്കാരെ കാണാം മൂലയിൽ വെറുതെ ഇരിക്കുന്നു. എന്താ? ഒന്നുമില്ല, ഞാൻ വല്ലാത്ത മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത. എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ അസ്വസ്ഥതകളെല്ലാം നമ്മുടെ മനസ്സിനെ ഡ്രൈ ആകും, നമ്മുടെ കഴിവുകളെ അത് ഉണക്കിക്കളയും, വറ്റിച്ചു കളയും. അങ്ങനെ വറ്റിച്ചു കളയുമ്പോൾ നമ്മുടെ ലൈഫിൽ പുരോഗതിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഊർജം വറ്റിപ്പോകും. അങ്ങനെ വറ്റുമ്പോഴാണ്, ഡ്രൈ ആകുമ്പോഴാണ് മനുഷ്യന് നരകതുല്യമായ ജീവിതം ലഭിക്കുന്നത്. ഈ സത്യം തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. നമ്മുടെ മനസ്സിനെ, അതായത് സദാ ആനന്ദത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിയേണ്ട നമ്മുടെ മനസ്സിനെ ഒരിക്കലും ഈ രൂപത്തിലുള്ള നെഗറ്റീവായ വികാരങ്ങളുടെ അടിമയാക്കി, എന്നിട്ട് ആ വികാരങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള പകയോ ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ താലോലിച്ചുകൊണ്ട്, അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ നെഗറ്റീവായ ആ വികാരത്തെ, ആ നെഗറ്റീവായ ആ അനുഭവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് പോലെ നമ്മൾ ഈ നെഗറ്റീവായ ചിന്തയെ താലോലിച്ച് അതിന് പാല് കൊടുത്ത്, അതിന് ഭക്ഷണം കൊടുത്ത്, അതിനെ എന്താ പറയുക, അതിനെ തടിച്ചു കൊഴുത്ത് വളരുവാൻ അനുവദിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത്. യൂട്യൂബിൽ കാണുന്ന ആൾക്കാരൊക്കെ ടൈപ്പ് ചെയ്യാം, ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അവന്റെ തന്നെ യഥാർത്ഥ പ്രകൃതത്തെ മറക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതിൻ്റെ ഒന്നും യാതൊരു കാര്യവുമില്ല. നമ്മുടെ ഉള്ളിൽ അറിവ്, തിരിച്ചറിവ് കയറിയാൽ, എന്നോട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, സാറേ ഒത്തിരി കാലമായി എൻ്റെ മനസ്സിൽ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ എന്താ പറയാ അടിവേരിപ്പോൾ അറുക്കപ്പെട്ടിരിക്കുന്നു, ഇപ്പൊ എന്തെന്നില്ലാത്തൊരു സമാധാനം സാറേ. എന്താ കാരണം? ഈ വക ചിന്തകളുമായി ഇതിനെ ദൈവമാക്കി, ഇതിനെ എന്താ പറയാ മുന്നിൽ മനസ്സിന്റെ ഏറ്റവും ഡൊമിനേറ്റീവ് ഫീലിംഗ് ആക്കി, ഈ വികാരത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ അപകടത്തിലാണ് തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഈ അകത്തെ ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഒരു അറുതി വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടില്ല. നല്ല ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചേരില്ല, മനസ്സിലായില്ലേ? നല്ല അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാവില്ല. അതായത് മനസ്സിന്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള 100 കൂട്ടം അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ചിന്തകൾ നമ്മുടെ ശരീരത്തിന്റെ തല മുതൽ കാല് വരെയുള്ള, പാദം വരെയുള്ള മുഴുവൻ ഭാഗത്തുമുള്ള ഹോർമോൺസുകളെ ഇംബാലൻസിലോട്ട് കൊണ്ടുവരുന്നു. ഈ ഹോർമോൺസുകൾ ഇംബാലൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയില്ല, സത്യമെന്തെന്നും അസത്യമെന്തെന്നും തിരിച്ചറിയുവാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര ശക്തമാണ്, മനസ്സിനെ ശാന്തമാക്കൂ, മനസ്സിനെ സ്വസ്ഥമാക്കൂ. ഓം ശാന്തി 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 ശാന്തി. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഇതൊക്കെ നിരന്തരമായിട്ട് ആളുകൾ എല്ലാ മതവിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ഏതിന്റെ പേരിലാണെങ്കിലും പരസ്പരം ശാന്തി 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 ഉണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിന്റെ ഒരു പൊരുള് എത്ര ശക്തമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുക. ഇനി മുതൽ
ഞാൻ പറയാൻ പോകുന്ന ഒരു 2-3 കാര്യം, സിമ്പിളായ കാര്യമാണ്. ഞാൻ ഇന്ന് വളരെ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ പല വീഡിയോസും വളരെ ലെങ്തിയാണ്, ഞാൻ പോലും അറിയാതെയാണ് ലെങ്തായി പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളൊക്കെ തിരിച്ചറിയേണ്ടത്, ഈ 3 കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, നമുക്ക് ഈ സമൃദ്ധമായിട്ടുള്ള ജീവിതം നമ്മുടെ ജന്മാവകാശമാണ് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഈ റിച്ച് മൈൻഡ് സെറ്റ് ഒക്കെ മണി മൈൻഡ് സെറ്റിംഗ് എന്ന പ്രോഗ്രാം തന്നെ 2025 ഞാൻ ഡിസൈൻ ചെയ്യുവാനുള്ള കാരണം, ദുബായിൽ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം ഞാൻ ഡിസൈൻ ചെയ്തത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം 2025 കേരളത്തിലെ എന്താ പറയുക ഹാപ്പി പാർക്കിലെ റിച്ച് വൈബ് ക്ലബിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ ഡിസൈൻ ചെയ്തത്. അത് ഞാൻ വിചാരിച്ചു ഇത് സൗജന്യമായി കൊടുത്താലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൗജന്യമായി കൊടുത്താൽ ആളുകൾ അതിന്റെ ഒരു ഇതെടുക്കില്ല. അതായത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഏതറ്റം വരെയും നമുക്ക് സമ്പന്നനാകുവാനും പണക്കാരനാകുവാനും നമ്മുടെ അകത്തുള്ള ഈ പറയപ്പെട്ടതൊക്കെ ചുരണ്ടിക്കളയുവാനും നമുക്ക് സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളത് വിശ്വസിക്കണം, അത് മനസ്സിലാക്കണം, അതിനുവേണ്ടി മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ വറ്റിയ മനസ്സുമായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഭാരം മാത്രമല്ല. ഈ രമണ മഹർഷി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ ഒരു ഋഷി വരികയാണ്. അദ്ദേഹത്തിന്റെ ഒരു വേർഡുണ്ട്, നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അടക്കി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയുക എന്ന ഒരു വല്ലാത്തൊരു വേർഡുണ്ട്. വല്ലാത്ത വേർഡാണത്. നാട്ടുകാരെ നന്നാക്കാൻ നമ്മൾക്ക് ഭയങ്കര ഉഷാറാ, അവരൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ബേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 3 കാര്യം. ഒന്നാമത്തെ കാര്യം, ഇനി ഈ മുതൽ, സിൻസ് ദിസ് മൊമെന്റ്, എന്റെ ഈ ഒരു ക്ലാസ് കേട്ടതിന്റെ ആ നിമിഷം മുതൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും രൂപത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഊർജത്തെ ഡ്രൈ ആക്കുന്ന, വറ്റിച്ചു കളയുന്ന, ചില ആളുകൾക്ക് ഈ പകയും വിദ്വേഷവുമായി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം സുഖം, ഒരു ആത്മരതി എന്ന് പറയും. മനസ്സിന്റെ ഉള്ളിൽ അതൊരു സുഖമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരുത്തരുമായി തെറ്റിയാൽ അവനെ കാണുന്ന സമയത്ത് മിണ്ടാതെ നേരെ സ്കൗട്ടിലെ പിള്ളേർ നടക്കുമ്പോ അതിലൊരു ആത്മനിർവൃതി കാണുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ തിരിച്ചറിയുക, അവർ എത്രത്തോളം വലിയ ആഘാതമാണ് അവരുടെ തന്നെ ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഒരുത്തനെയും ജഡ്ജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകരുത് പ്രിയപ്പെട്ടവർ. ഞാൻ പറയുന്നത്, ഇനി ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റിവിറ്റി വരികയാണെങ്കിൽ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു വേർഡ്, നിങ്ങളോട് തന്നെ പറയുക, പൗസ്, അവിടെ നിൽക്കട്ടെ. നിങ്ങളിതൊന്ന് പരിശീലിച്ച് നോക്കൂ. സ്വയം പറയുക പൗസ്. പൗസ് പറഞ്ഞാൽ നമ്മള് ഈ TV കാണുന്ന സമയത്ത് നമുക്ക് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൗസ് നോക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് റെസ്യൂം നോക്കും. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും നെഗറ്റിവിറ്റി കടന്നു വരികയാണെങ്കിൽ ഉടനെ നമ്മൾ പറയണം, പൗസ്, നിൽക്കട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യൂ, അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. കാരണം നമ്മുടെ മനസ്സിന് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. മനസ്സിലായില്ലേ? ഒരു 3 ആളിങ്ങനെ ഇരിക്കുക. ഈ 3 ആൾ ഇരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ വിഷയമൊന്നുമില്ല. എന്തൊക്കെ വിശേഷമാ? നല്ല ഉഷാറന്നെ, സുഖം, എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ, ഉഷാറന്നെ. പിന്നെ അങ്ങോട്ട് പറയാൻ വിഷയങ്ങളില്ല. അപ്പോഴായിരിക്കും ഒരു ഇര കിട്ടുന്നത്, അതിലൂടെ ഒരാൾ നടന്നു പോകുന്നു. അപ്പം പിന്നെ അവന്റെ വിഷയം ഇങ്ങോട്ട് എടുത്തിട്ടു. അതല്ലെങ്കിൽ അവർ സീക്ക് ചെയ്യുന്നു, എന്തുവാണ് ഒരു ടോപ്പിക് വേണമല്ലോ. അപ്പൊ ഈ ടോപ്പിക്ക് ഇവർ തപ്പിയെടുക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പച്ചമാംസം കൊത്തിവലിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് അതിന്മേൽ അങ്ങനെ കൂടിയിട്ട് പിന്നെ മണിക്കൂറുകളോളം അതൊരു വിഷയമാക്കി, പിന്നെ അങ്ങനെ ഒരു വിഷയം ഇല്ലാതെ മനുഷ്യന് നിലനിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. തിരിച്ചറിയണം നമ്മൾ. അതുകൊണ്ടാണ് ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, അവരുടെ കുറ്റവും കുറവും അത് തന്നെ സംഭാഷണമാക്കി നടക്കുന്ന ആളുകൾ മാനസികമായ നിലവാരം വളരെ താഴ്ന്നവരാണ്. ആശയങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്, ഐഡിയാസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. വ്യക്തികളുടെ
പോരായ്മകളും കൊള്ളരായ്മകളും അല്ല സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനെ നെഗറ്റിവിറ്റി വല്ലതും തോന്നുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട വാക്ക് പൗസ്, അവിടെ നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും പറയാം പൗസ്. കാരണം തിരിച്ചറിയുക, ഓരോ നെഗറ്റിവിറ്റിയും നമ്മളെ പാതാളത്തിലോട്ട് കൊണ്ടുപോകും. നമുക്ക് ശരിയായ തീരുമാനമെടുക്കുവാനുള്ള ഊർജം നമ്മളിൽ നിന്ന് വറ്റിച്ചു കളയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുക പൗസ്. ആർ യു റെഡി, മൈ ഡിയർ ഫ്രണ്ട്സ്? Are you ready to follow this statement? Yes or no? Are you ready? Yes or no? Please type yes or no. പറയണം നിങ്ങൾ. ഇല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ഒരാൾക്കും കഴിയില്ല. Are you ready to follow me? Please type yes or no. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മളെ കുറിച്ച് വല്ല ഈ രൂപത്തിലുള്ള നെഗറ്റിവിറ്റി വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുന്ന, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്ത എന്ന തൂണിന്മേല ഉള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യുമെന്നറിയോ? മനസ്സിന് പേടിയാണ്, നിലനിൽക്കാൻ പറ്റില്ല. ചിന്തമനാണ് മനസ്സ് നിൽക്കുന്നത്. ചിന്തയില്ലാത്ത ചിന്തയ്ക്ക് പിന്നിലാണ് സത്യം കിടക്കുന്നത്, വേറെ കാര്യം. അപ്പൊ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ രൂപത്തിലുള്ള നെഗറ്റിവിറ്റിയോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തുകളെ കുറിച്ചൊന്ന് ആലോചിക്കാം. നമ്മുടെ ബോധം എങ്ങോട്ട് തിരിയുന്നോ അത് മാത്രമേ നമ്മുടെ ലൈഫിൽ വരൂ. നമുക്ക് എന്താണോ ബോധത്തിൽ എപ്പോഴും ഉള്ളത്, അത് നമ്മുടെ പരാജയമാണോ? ഞാൻ എന്തൊക്കെ ചെയ്തു, അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു, കാര്യങ്ങളൊന്നും നേരാവണ്ണം വരുന്നില്ലല്ലോ, എന്തുവാ അപ്പൊ ഞാനിപ്പോ ചെയ്യത്? ദൈവമേ, ഇതാണ് നിങ്ങളുടെ ബോധത്തിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്ട്രെങ്ത്, നമുക്കൊക്കെ ഓരോരുത്തർക്കും സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്ട്രെങ്ത്. അപ്പം വേണമെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കാം, എന്തൊക്കെ സ്ട്രെങ്ത് ആണ് എനിക്കുള്ളത്. എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവില്ല. എന്റെ മുമ്പിൽ ഒരു മാത്തമാറ്റിക്സ് പ്രോബ്ലം പറഞ്ഞുകൊണ്ട് എന്നോട് പറയാണ്, ഈ ഇഷ്യൂ ഒന്ന് പരിഹരിക്കണം. എനിക്ക് ആ പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞോളന്നില്ല, കാരണം ഐ ആം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ മാത്തമാറ്റിക്സ്. പക്ഷെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഒരുപക്ഷെ ആ വിഷയത്തിൽ എനിക്ക് ഒരു സൊല്യൂഷനിലൂടെ എത്തിപ്പെടാൻ കഴിഞ്ഞേക്കാം. എന്നോട് പറയാണ്, നിങ്ങളൊരു കാര്യം സർ, തെലുങ്കിൽ ഒരു പ്രഭാഷണം നടത്തണം. അതെന്റെ ഏരിയ അല്ല, എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും സ്ട്രെങ്ത് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആൾക്കാരോട് സംസാരിക്കുവാനുള്ള കഴിവുണ്ട്, നമുക്ക് ചിരിക്കുവാനുള്ള കഴിവുണ്ട്, അതെങ്കിലും പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ എന്താ പറയുക, ഒരാളെ സഹായിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ സഹായിച്ച ഒരു അനുഭവമുണ്ട് എങ്കിൽ നമ്മുടെ സ്ട്രെങ്തുകൾ എന്തെല്ലാമാണ് എന്ന് ഒന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച് എപ്പോഴും ആ സ്ട്രെങ്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോധം നമ്മുടെ സ്ട്രെങ്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിച്ചു വരികയും നമ്മുടെ കഴിവ്, നമ്മുടെ കപ്പാസിറ്റി വർദ്ധിച്ചു വരികയും നമ്മളൊരു ഉന്നതനായ വ്യക്തിയായിട്ട് ഓട്ടോമാറ്റിക്കലി മാറുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എന്നും പറയുന്നതാണ്, ഇതെല്ലാം ഞാൻ പല ക്ലാസ്സുകളായി പറഞ്ഞതാണ്, എങ്കിലും ആവർത്തിച്ച് പറയുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും രൂപത്തിലുള്ള ഈ ടെൻഷനിലോ ഇങ്ങനെ നെഗറ്റിവിറ്റിയോ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രീത്തിലോട്ട് ശ്രദ്ധിക്കുക എന്നതാണ്. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു മിനിറ്റിൽ 20-ൽ കൂടുതൽ 25-30 തവണയൊക്കെ ബ്രീത്ത് എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഓർത്തോളൂ, നമ്മുടെ ആയുസ് വളരെ കുറവാണ്. 2, നമുക്ക് ശരിയായ തീരുമാനം എടുക്കുവാൻ കഴിയില്ല. 3, നമ്മുടെ മനസ്സ് തീരെ സ്വസ്ഥമല്ല. എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ അതൊക്കെ ഉണ്ട് നമുക്ക്. ഇതതിൻ്റെ അർത്ഥം. ബ്രീത്ത് ഒരു 13, 15, 20-ൽ താഴെ 20-ൽ താഴെ തവണ മാത്രമേ നമ്മൾ ബ്രീത്ത് എടുക്കാവൂ. ഒരു തവണ, ഒരു മിനിറ്റ്.
20-ൽ താഴെ, ഒരു 14-15 ഒക്കെ ആണെങ്കിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും. മനസ്സിൽ ഒരുപാട് ടെൻഷനും പിരിമുറുക്കവും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ബ്രീത്തിനെ ഈ പറഞ്ഞ പോലെ 15 നിർത്താൻ കഴിയില്ല. അതാണ് EFTയുടെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെയിൻ്റെ വേവ്സിനെ കുറക്കാനുള്ള ടെക്നിക്സ് ഒക്കെ പറഞ്ഞിട്ട്, അത് ഒരുപക്ഷെ അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം. മനസ്സിലായോ? അപ്പോ ഇത് വലിയൊരു സംഭവമാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം. നമ്മുടെ ഈ EFTയിലൊക്കെ പങ്കെടുത്തതിനു ശേഷം ബ്രീത്തിന്റെ അളവ് കുറയുകയും മനസ്സ് കുറെ കൂടി ശക്തമാവുകയും ചെയ്ത ഒരാൾക്കൊന്ന് സംസാരിക്കാം. ഒരാൾക്ക്. ഞാൻ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ അങ്ങ് ശരിയാവുന്നതാണ്. ബ്രീത്ത് വളരെ സ്പീഡിയായി എടുക്കുന്ന ഒരു വ്യക്തി, 25-ന് മുകളിലൊക്കെ ഒരു മിനിറ്റിൽ ബ്രീത്ത് എടുക്കുന്ന ഒരു വ്യക്തി രോഗിയായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കാര്യമല്ല. ഒന്ന് സംസാരിച്ചേ, ഏതെങ്കിലും ഒരാൾ സംസാരിച്ചേ. EFTയിൽ ശരിക്കും പങ്കെടുത്തതിനു ശേഷം ബ്രീത്തിന്റെ അളവ് കുറയുകയും മനസ്സ് സ്വസ്ഥമാവുകയും കാര്യങ്ങളൊക്കെ മാറി മറിയുകയും ചെയ്ത ഒരാൾ സംസാരിച്ചേ. ഞാൻ ബഷീറാണ് സാർ, തലശ്ശേരി. ഞാൻ EFTയിൽ പങ്കെടുത്തതിന് ശേഷം എന്റെ സ്വഭാവത്തിലും എന്റെ ബ്രീത്തിങ്ങിലൊക്കെ വളരെയധികം മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഏകദേശം ഒരു 1.5 വർഷക്കാലമായി ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. EFT ചെയ്തിട്ട് ഇപ്പോ 1 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്ക് തന്നെ എന്താ പറയാ വെച്ചാൽ എന്റെ മനസ്സ് ശാന്തമായി. ആദ്യം ഞാൻ നന്നായി ആൾക്കാരോടൊക്കെ ചൂടാകുകയും വീട്ടിലായാലും പ്രഷറും കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ തീരെ ഇല്ല എന്ന് തന്നെയാണ്. അത് EFT എനിക്ക് സമ്മാനിച്ച ഒരു വലിയൊരു സംഭവം തന്നെയാണ് സാർ. വെരി ഗുഡ്. ഓക്കെ സാർ, EFT ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് സാർ പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഇത് പറയിപ്പിച്ചത് എന്താ ചോദിക്കുകയാണെങ്കിൽ, മനസ്സിനെ സ്വസ്ഥമാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ചെയ്തേ പറ്റൂ. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഡ്രൈ ആയി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തന്നെ ബ്രെയിൻ. മനസ്സിലായില്ലേ? ഇനി വേണമെങ്കിൽ ഒരാൾ കൂടി സംസാരിക്കാം. ബഷീർ സാർ സംസാരിച്ചു, ഇനി ഒരാൾ കൂടി സംസാരിക്കാം. ഒന്നും വേണ്ട, നമ്മളൊരു 10 ദിവസം ഒരു കുഞ്ഞു കോഴ്സാണ് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ചെറിയൊരു കോഴ്സാണ്. ആ ഒരു കോഴ്സ് ചെയ്തപ്പോൾ തന്നെ കുറെ കൂടി മനസ്സ് ശാന്തമാവുകയും ബ്രീത്തിന്റെ അളവ് കുറയുകയും. കാരണം EFT പോലുള്ള ടൂളൊന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും അതിൽ ഉപയോഗിക്കുന്ന ടൂള് വളരെ ശക്തമാണ്. അതിനുശേഷം തന്നെ മനസ്സ് ശാന്തമായ 1-2 വേണമെങ്കിൽ സംസാരിക്കാം. പ്ലീസ് കം ടു ദ മൈക്ക് പോയിന്റ്. സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ റിജു ആണ് സാർ, കൂത്തുപറമ്പെന്ന്. പറയൂ സാർ, പറയൂ. EFT പങ്കെടുത്ത ശേഷം വളരെ വളരെ ഭയങ്കര മാറ്റാണ് സാറേ. ഞാൻ പറഞ്ഞിന് ഇതിനു മുന്നേ പറഞ്ഞിന്, പിന്നെ പറയാൻ വാക്കുകളില്ല, അങ്ങനെയാണ് അതിന്റെ ഇത് സാറേ. ശരി. അപ്പോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കുക. അതായത് ഗൗരവത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഈ രൂപത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന്റെ പിന്നാലെ പോകുമ്പോൾ അത് ഡ്രൈ ആവുകയും, ഡ്രൈ ആവുന്നതോടുകൂടി തന്നെ നമുക്ക് ആവശ്യമായ ഒരു ക്രിയേഷൻ, ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുവാൻ അതിന് സാധിക്കാതെ വരികയും, അങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തെറ്റായി മാറുകയും നമ്മളൊരു വല്ലാത്ത ഒരു പതറ്റിക് കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യും. ഇത് തിരിച്ചറിയുക, അടിയന്തരമായി ഇതിന് പരിഹാരം കാണുക. ഞാൻ 3 ടെക്നിക്കുകളാണ് ഇന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ടെക്നിക്ക്, ഇനി സിൻസ് ദിസ് മൊമെന്റ്, ഈ ക്ലാസ് കേട്ട ഈ നിമിഷം മുതൽ നമ്മൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയുക, സ്വയം പറയുക, പൗസ്, നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യൂ. സ്വയം അങ്ങനെ പരിശീലിച്ചു നോക്കൂ. വീണ്ടും വരുമ്പോൾ പൗസ്, നിൽക്കട്ടെ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാം, അവിടെ നിൽക്കട്ടെ. നെഗറ്റിവിറ്റി വരും, അവിടെ നിൽക്കട്ടെ. മനസ്സിലായോ? ഒരാളെ കുറിച്ച് നമ്മൾ വിധി പറയരുത്. നമ്മൾ ഈ വിധി പറയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പ്രത്യേക മനോഭാവം ഉണ്ടാവും. ഇന്ന ആൾ ഇന്ന രൂപത്തിലാണ്, ഇന്ന രൂപത്തിലാണ്. ഒരു കാഴ്ചപ്പാട് അതാണ്. അവർ നല്ലവരാണ് ചീത്തയാണെന്ന് പറഞ്ഞ് വിധി പറയാൻ പോവരുത്. നമ്മൾ ജഡ്ജിമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ, നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് ജഡ്ജിമെന്റിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ആഴത്തിലൊരു പഠനമാണ്. അതുകൊണ്ട് നെഗറ്റിവിറ്റി വരുമ്പോൾ പൗസ് പറയുക, ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ സ്ട്രെങ്ത്തുകളെ കുറിച്ചൊന്ന് എഴുതി വെക്കുക. കാരണം നമ്മുടെ ബോധം എവിടെയാണോ ഉടക്കി നിൽക്കുന്നത് അത് മാത്രമേ നമ്മുടെ ലൈഫിൽ വരൂ. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ കാര്യം നഷ്ടത്തിലാണല്ലോ. ഇതിലാണ് ബോധം ഉടക്കി നിൽക്കുന്നതെങ്കിൽ അയാളുടെ കഥ മഹാകഷ്ടം. അതുകൊണ്ടാണ് സ്ട്രെങ്ത്തുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞത്. മൂന്നാമത്തത്, ബ്രീത്തിലോട് ശ്രദ്ധിക്കുവാൻ. ബ്രീത്തിലോട് ശ്രദ്ധിക്കുമ്പോൾ
നമുക്കറിയാം ഒരു 20-ന് താഴെ ബ്രീത്ത് മാത്രമേ 1 മിനിറ്റ് കൊണ്ട് എടുത്ത് തീർക്കാവൂ. ഈ ഡോഗിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, സ്പീഡിൽ ബ്രീത്ത് എടുത്ത് വിടുന്ന സാധനമാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ എന്തൊരു തിരക്കാന്ന് പറയും, പട്ട 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 പട്ട. ഇത് നമ്മൾ അവസാനിപ്പിക്കുക. ഈ ഒരു 3 ടെക്നിക്കിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിന് ആശ്വാസം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളോട് പറയുന്നു, മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഹാപ്പി പാർക്കിന്റെ ഈ 2025 പുതിയൊരു കോഴ്സ് പണം ഉണ്ടാക്കുവാൻ. കാരണം നമുക്കൊക്കെ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 90% പ്രശ്നങ്ങളും മനുഷ്യൻ്റെത് പണമുണ്ടായാൽ തീരും, പണം വന്നു കഴിഞ്ഞാൽ തീരും. എന്നാൽ പണം വരാത്തത് ഇവന്റെ ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ പണം വരാത്ത രൂപരേഖയാണ്. ആ രൂപരേഖയുമായി ഇവൻ ജീവിക്കുമ്പോൾ എപ്പോഴെല്ലാം ഇയാൾക്ക് പണം വരാൻ സാധ്യതയുണ്ടോ അപ്പോഴെല്ലാം കയറിയിട്ട് ആ പണമേ ഇങ്ങോട്ട് വരരുത് എന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം ഇയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തോട്ട് വരുന്നു. ഇയാളിലേക്ക് പണം വരുന്നത് തടയുന്നു. ആ ബ്ലോക്കുകളെ നമുക്ക് നീക്കുവാനും പകരം യഥേഷ്ടം പണം വരുവാൻ ആവശ്യമായ ഫയലുകളെ നമ്മുടെ മനസ്സിലോട്ട് ഇൻസേർട്ട് ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക, ഓരോരുത്തരും. അത് നിങ്ങൾക്ക് വലിയ ഫീയും കാര്യങ്ങളൊന്നും വരുന്നില്ല, അതെല്ലാവരും പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നത്. ഇതിലെല്ലാവരും പങ്കെടുക്കുക. അടുത്ത 9-ാം തീയതി, അതായത് ഏപ്രിൽ 9-ാം തീയതിയാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ ട്രഷർ കോഴ്സ് ഹാപ്പി പാർക്കിന്റെ മാസ്റ്റർ കോഴ്സാണ്, തുല്യതയില്ലാത്ത കോഴ്സാണ്. അത് പങ്കെടുക്കണമെങ്കിൽ ആദ്യം ഇതുപോലെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രഷറിലോട്ടൊക്കെ ആളുകളെ പങ്കെടുപ്പിക്കൂ. സോ അതുകൊണ്ട് എന്താ പറയാ, ആദ്യം ഈ മണി മൈൻഡ് സെറ്റ് പോലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇതിന്റെ ഇതാരാണ്? ശരി, ഏതായാലും മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം. എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. എനി ക്വസ്റ്റ്യൻസ്? എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ക്ലിയർ Yes, sir, clear ആയി. ഓക്കെ ഓക്കെ ഓക്കെ. സർ ക്ലിയർ പറയൂ ഷെയർ. ഹലോ സാറേ, ഈ 3 കാര്യങ്ങൾ എഴുതി വെക്കാന്ന് പറഞ്ഞില്ല, സ്ട്രെങ്ത് എഴുതി വെക്കാന്ന് പറഞ്ഞത്, അത് ഈ സ്ട്രെങ്ത് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കുള്ള പ്രശ്നങ്ങളാണോ? നമുക്കുള്ള ഗുണങ്ങൾ എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടാവും ഷെരീഫ് സാറേ. ഒരു ഗുണമില്ലാത്ത ഒരാളുണ്ടാവില്ല, എന്തെങ്കിലും ഗുണമില്ലാത്ത ഒരാളുണ്ടാവില്ല. ആ ഗുണങ്ങളൊക്കെ എഴുതി വെക്കുക അല്ലേ? അത് എഴുതി വെച്ചിട്ട് അതിനെ കുറിച്ച് എപ്പോഴും ഓർക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. പിന്നെ മാത്രമല്ല, പറ്റുമെങ്കിൽ ഇതേ രൂപത്തിലുള്ള EFTയോ അങ്ങനെയുള്ള സെഷൻസിലൂടെ ഒന്ന് പങ്കെടുത്തോളൂ സാർ. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഉപദേശത്തിനേക്കാൾ കുറെ കൂടി നമുക്ക് നമ്മുടെ ഈ എന്താ പറയാ, ഓരോ സെക്കൻഡിലും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്യപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് മണി മൈൻഡ് സെറ്റിൽ ഷെരീഫ് സാർ പങ്കെടുത്തിരുന്നോ? കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തിരുന്നോ? ക്ലാസ് കഴിഞ്ഞപ്പോ അതെ അതിൽ പങ്കെടുത്തിരുന്നു സാർ. ജോലി സാധ്യതകളൊക്കെ അങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഈ ലാസ്റ്റ് ബാച്ചിലാണ് പങ്കെടുത്തത്. ഇപ്പൊ അതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു, 2ാമത്തെ ആഴ്ചയിലേക്ക് എങ്ങനെയുണ്ട്? അതിനുശേഷം മാനസികമായിട്ടുള്ള അവസ്ഥ പറയൂ. സന്തോഷം കിട്ടുന്നുണ്ട്. മറ്റേത് ഒരു ഉള്ളിലൊരു ഭയമായിരുന്നു, ഈ ടെൻഷൻ ആയിരുന്നു. ഇപ്പൊ ആ ഭയമൊക്കെ നീങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, അത് ആരെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ ഓക്കെ, പ്രശ്നങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ തീരുന്നതല്ല. കേൾക്കാം, ഒരു മനസ്സ് ക്ലിയർ ആവും, അതാണ് മനസ്സ് ക്ലിയർ ആവാന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. ഓക്കെ, പിന്നീട് ഗ്രാജുവലി എല്ലാം ശരിയാവും, നോ ഡൗട്ട് ഇറ്റ് ഈസ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റിൽ 20 ബ്രീത്ത് എടുത്തു വിടുക വേണ്ടത്. അങ്ങനെയല്ല സർ, 1 മിനിറ്റിൽ 20 ബ്രീത്ത് അല്ല. നമ്മുടെ ബ്രീത്തിന്റെ പാറ്റേൺ, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഏകദേശം 1 മിനിറ്റ് കൊണ്ട് 20 താഴെ ബ്രീത്തേ വരാവൂ. മനസ്സിലായില്ലേ? ടൈമിംഗ് വെച്ച് നോക്കിയാൽ മതി എത്ര ബ്രീത്ത് വരുന്നുണ്ടെന്നുള്ളത്. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവുന്ന അതിന്റെ അർത്ഥം. സാറേ, ഈ നെഗറ്റിവിറ്റി വരുമ്പോഴേ നമ്മള് സാറ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് അതിന് പിടിച്ചു നിർത്തേണ്ടത്. ഇത് ഇപ്പൊ പറയണത് പൗസ് ചെയ്യണം എന്നല്ലേ? അതായത് പൗസ് ചെയ്യാൻ ഹോൾഡ് ചെയ്യണം എന്നല്ലേ? അതല്ല, അതൊരു നല്ലൊരു പോയിന്റ്. അതിനെ കുറിച്ച് അവെയർ ആവാന്നാണ് അതിന്റെ അർത്ഥം. അതായത് പൗസ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മളെ ഉള്ളിൽ വന്നൊരു നെഗറ്റിവിറ്റിയെ കുറിച്ച് ഞാൻ ഇപ്പൊ അവെയർ ആയി, അപ്പൊ അത് നിങ്ങൾ സംസാരിക്കുന്നു. അത് സംസാരിക്കുന്നതോട് കൂടി തന്നെ അതെന്താവും, നമ്മൾ അടുത്തൊരാള്, ഒരു വീട്ടിലോട്ടൊരാൾ വരുന്നു, വാതിൽ കൊട്ടുന്നു, നമ്മൾ അയാള് യെസ് ഐ ആം ഹിയർ എന്ന് പറയുന്നതോടുകൂടി അതിനെ റെക്കഗ്നൈസ് ആവുന്നു, അതോടുകൂടി അത് ഇല്ലാതെയാകുന്നു. അതാ അതിന്റെ ഒരു തിയറി. അതല്ലാതെ അതിന് പിടിച്ചു വെക്കുക എന്ന അർത്ഥത്തിലല്ല. നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി യെസ് വെയിറ്റ് ചെയ്യൂ എന്ന രൂപത്തിൽ പറയുന്നേ ഉള്ളൂ. അത് പറയുമ്പോഴേക്കും, അതിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ശക്തി കുറഞ്ഞു പോകും എന്ന തിയറിയാണ് ഇവിടെ ഉപയോഗിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് പിടിച്ചു വെക്കരുത്. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും രൂപത്തിലുള്ള ദേഷ്യമോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ പ്രകടിപ്പിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അതിനെ നമ്മൾ ആരോഗ്യകരമായിട്ട് ഡയല്യൂട്ട് ചെയ്ത് വിടുക എന്നതാണ്. ഓക്കെ സർ? ഓക്കെ സാർ, ഓക്കെ. ശരി സാറേ, ഈ മണി മൈൻഡ് സെറ്റ് കോഴ്സ് ഉണ്ടല്ലോ, അത് എത്രാം തീയതിയാണ്, എത്ര ചാർജ് അതിന്? അത് 9-ാം തീയതിയാണ്. അതിന് ഏകദേശം ആളുകളൊക്കെ ഇപ്പം രജിസ്ട്രേഷൻ പൂർത്തിയായി. 100-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ആയി. നമ്മൾ 100 ആൾക്കാരെ എടുക്കുന്ന വിചാരിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഇനി കുറഞ്ഞ ആളുകളും കൂടി നമ്മൾ അതിലോട്ട് ചെയ്യുന്നുണ്ട്. സാറ് കേൾക്കാമോ സാറേ? എവിടെയാണ് സാർ അത്? അത് ഓൺലൈനിലാണ് സാർ, ഓൺലൈൻ കോഴ്സാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ സാറേ, ഒന്ന് സംസാരിച്ചോളൂ, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, മണി മൈൻഡ് സെറ്റിന്റെ പുതിയ ബാച്ച് ഏപ്രിൽ 9-നാണ് ആരംഭിക്കുന്നത്. സമയം രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ ഓൺലൈൻ സൂം മീറ്റിംഗിലാണ് പ്രോഗ്രാം നടക്കുക. പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിന്റെ റെക്കോർഡിങ്ങും നൽകുന്നതായിരിക്കും. ഡൗട്ട് ക്ലിയറൻസിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. നിലവിലെ ഏകദേശം രജിസ്ട്രേഷനുകൾ ഫില്ലായിട്ടുണ്ട്. ഇനി താല്പര്യമുള്ള ആള് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ബന്ധപ്പെട്ടോളൂ. ഫീസ് വരുന്നത് വെറും 1999 രൂപയാണ്. ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് 1999-ന്റെ കോഴ്സ് അല്ല, അതിനേക്കാളും വിലപിടിപ്പുള്ള കോഴ്സാണ്. ഈ കോഴ്സ് കരീം സാറ് 2025 വിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ചെറിയ ഫീസിന് പ്രോഗ്രാം ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിന്റെ അഡ്മിനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടോ. ഓക്കെ, അപ്പോ ആ ഒരു കോഴ്സിന്റെ കാര്യം, അങ്ങനെ ചില ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാലങ്ങൾ എടുത്തിട്ട് നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക രൂപത്തിൽ ആക്കപ്പെട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമ്പോഴേക്കും പൂർണ്ണമായ ഒരു ഇതിലോട്ട് വന്നോളുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് EFT പോലുള്ള ടെക്നിക്സിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. സോ നമ്മൾ ട്രൈ ചെയ്യുക. അതായത് ഒരാഴ്ചയായി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല, ഞാൻ നിർത്തിക്കളയാം. പിന്നെ എന്താ നിർത്തിക്കളഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? ഈ ടെൻഷനിൽ തന്നെ ജീവിക്കുക, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ട്രൈ, ഫോളോ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി മാറ്റം ഉണ്ടാവും, ഒരു സംശയമില്ല. കാരണം നമ്മുടെ ഓരോ കോഴ്സും അഷ്റഫ് സാറ് കാണുന്നുണ്ട്. ഓരോ കോഴ്സും, പ്രത്യേകിച്ച് ഈ ട്രഷറി കോഴ്സൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ട്രഷറി കോഴ്സൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം. അഷ്റഫ് സാറേ,
ഈ ട്രഷറിലൊക്കെ പങ്കെടുത്ത് ഏതെങ്കിലും ഒരാൾക്ക് റിസൾട്ട് കിട്ടാണ്ടിരിക്കുമോ അഷ്റഫ് സാറേ? സാറിപ്പം 100% അല്ല, 110% കിട്ടും. നിങ്ങൾ രണ്ടാം ബാച്ചോ മൂന്നാം ബാച്ചോ അഷ്റഫ് സാറേ? മൂന്നാം ബാച്ച് രണ്ടാം ബാച്ച്. രണ്ടാമത്തെ ബാച്ചിലാണ്. ഓക്കെ, രണ്ടല്ല മൂന്നല്ലേ സാറ്? രണ്ടാമത്തെ. ഓ, അതിനു മുമ്പെടുത്താണ്. ലൈഫ് കംപ്ലീറ്റ്ലി മാറിയില്ലേ? കാഴ്ചപ്പാട് മാറി, മനസ്സ് മാറി, ചിന്ത മാറി, എല്ലാം മാറിയില്ലേ സാർ? എല്ലാം പൂർണ്ണമായിട്ട് മാറി, എല്ലാം മാറി. അപ്പോ അത് വല്ലാത്തൊരു സംഭവമാണത്. ഇറ്റ് ഈസ് പോസിബിൾ. അതിന് മനസ്സ് കാണിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കുറച്ച് സമയം, കുറച്ച് എനർജി നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മൾ കുറേ സമയവും കുറേ എനർജിയും നമ്മൾ ചെലവഴിച്ചു, അനാവശ്യമായി ചെലവഴിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടൊന്ന് മാറ്റി നോക്കും, ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ 6-ാം തീയതി നമ്മുടെ വാർഷികമുണ്ട്. അതിലിനി ഒരാളെയും പങ്കെടുപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഫില്ലാണ്, പാക്ക്ഡാണ്. ഒത്തിരി ആൾക്കാർ പേഴ്സണലായിട്ടും മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ എങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുക്കട്ടെ എന്ന്. പക്ഷെ അതിൽ സീറ്റില്ലാത്തത് കൊണ്ടാണ് അവരോട് പറയുന്നു, നമുക്കിനി ഇതിന് ശേഷം മെയ് മാസം എറണാകുളത്തും കോഴിക്കോടൊക്കെ EFT ലൈവ് പ്രോഗ്രാം നടക്കും. അപ്പോൾ ആ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ വാർഷികം, അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ, അതിൻ്റെ നല്ല മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യും, അത് കാണാം. അഷ്റഫ് സാറെ, ട്രഷറിന്റെ ഭാഗമായിട്ട് സാറിന് അതിൽ ഉണ്ടല്ലോ അല്ലേ? ട്രഷറിന് ആൾക്കാരെ പരിഗണിച്ചുകൊണ്ട് അതിന് ശേഷമാണ് നമ്മൾ പുതിയ ആൾക്കാരെ പുറത്തെടുക്കാറുള്ളൂ. അഷ്റഫ് സാർ അതിലുണ്ടല്ലോ അല്ലേ? അഷ്റഫ് ഓക്കെ. അപ്പൊ നമ്മൾ ട്രഷറിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് എല്ലാത്തിനും മുൻഗണന. അവർക്ക് സീറ്റ് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് ഏത് കോഴ്സും നമ്മൾ കൊടുക്കാറുള്ളൂ. കാരണം ട്രഷർ കഴിഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് അവര് ഈ ശാന്തിയിലൂടെ എത്തിയ ആളുകളാണ്, സമാധാനത്തിലെത്തിയ ആളുകളാണ്, തിരിച്ചറിവിലൂടെ എത്തിയ ആളുകളാണ്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തുക എന്നതാണ് ഈ ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ അവസാനം എന്താണ് ചോദിച്ചത്? ബ്രീത്തിങ്ങിനെ കുറിച്ച് ചോദിച്ചോട്ടെ സാർ? ചോദിച്ചോളൂ സാർ. ബ്രീത്തിങ്ങിന്റെ എണ്ണം കുറച്ചുകൊണ്ട് നമ്മളത് കുറച്ച് ഡീപ്പായിട്ട് ആഴത്തിലല്ലേ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്, അങ്ങനല്ലേ സാർ പറഞ്ഞത്? അങ്ങനെയാണ് ചെയ്യുന്നത്. വയറ് വരെ എത്തി. ഇപ്പൊ നമ്മൾ അറിയാതെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ബ്രീത്ത് എടുത്ത് വിടുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അറിയാതെ നോക്കുമ്പോൾ നമ്മൾ കാണും, ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മളെ വയറ് ചുരുങ്ങുന്നത് കാണും. നമ്മൾ അറിയാതെ ഒരാളോട് പറയാ വയറ് വരെ ബ്രീത്ത് എടുത്ത് വിടൂ എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാള് വയറ് വരെ എടുക്കുമ്പോൾ വയറ് ഊർക്കും. പക്ഷെ നോർമലി നമ്മൾ അറിയാതെ എടുക്കുന്ന സമയത്ത് വയറ് ചുരുങ്ങുകയാണ് ചെയ്യും. നമ്മൾ ബ്രീത്ത് എടുക്കുന്ന അറിയുന്നില്ലല്ലോ നമ്മൾ. അതിനെ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. സാറ് വരുന്നില്ലേ? കോഴിക്കോട് വരുന്നില്ലേ 5-ാം തീയതി? 6-ാം തീയതി? 5-ാം തീയതി തന്നെ വരും. ഓക്കെ, വളരെ സന്തോഷം. ഏതാ കുറക്കാൻ വേണ്ടി ബോധപൂർവം ഒരു എഫേർട്ട് എടുക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഒരു തിയറി പറഞ്ഞു തന്നേ ഉള്ളൂ. അത് പ്രാക്ടിക്കൽ ആക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ആഴവും പരപ്പും കുറച്ച് പ്രാക്ടിക്കൽ എക്സസൈസ് കൂടി വേണം. അങ്ങനെ വരുമ്പോൾ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും സാർ. ഓക്കെ. NLPയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? അത് രണ്ട് ടൂളാണ്. EFT എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതിപ്പോ ഗാരി ഗ്രിഗ് എന്ന് പറയുന്ന ഈ അടുത്ത് വന്ന ഒരു ടൂളാണ് EFT. NLP 1970 വന്നതാണ്. രണ്ടും നല്ല ടൂളാണ്. EFT കുറെ കൂടി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും, മൊമെന്ററി റിസൾട്ട് കിട്ടും കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മൾ എക്സാം ഒക്കെ അടുപ്പിച്ച് പ്രോഗ്രാം ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിക്കും. ഓക്കെ, അപ്പൊ ഏതായാലും വളരെ സന്തോഷം. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. പറയൂ. സാർ അസ്സലാമു അലൈക്കും. ഞാൻ ഷഫീന, ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ ഏപ്രിൽ 19 തൊട്ടാണ് സാറിന്റെ റിച്ച് വൈബ് ക്ലബില് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് കയറിയതായിരുന്നു. അപ്പോ അന്ന് തൊട്ട് ഇന്നലെ അല്ല ശനിയാഴ്ച വരെ കണ്ടിന്യൂസ് മെഡിറ്റേഷനും ക്ലാസ്സും കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് കരുതി, പെരുന്നാളല്ലേ കാണൂല എന്ന് വിചാരിച്ച് കേറാൻ പറ്റില്ല. അത് വലിയ നഷ്ടമായി പോയി സാർ. പക്ഷെ
ഞങ്ങള് ഫാമിലിയില് ഹസ്ബൻഡിന്റെ മൂത്ത സഹോദരിയായിട്ട് ചെറിയൊരു ഇഷ്യൂ, അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല, അവരായിട്ട് ഉണ്ടാക്കിയ റിലേഷൻ ബ്ലോക്ക് ആയിരിക്കുകയായിരുന്നു. ഇന്നലെ പെരുന്നാളായിട്ട് അവര് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സലാം പറഞ്ഞ് ഈദ് മുബാറക്കൊക്കെ വിഷ് ചെയ്ത് കുറേ നേരം സംസാരിച്ചു. ഇപ്പൊ ഇന്നലെ മനസ്സിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു സാർ. ഒരു 3 വർഷത്തോളമായി പിണങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങള് പുറത്ത് ക്ഷമിച്ച് വിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കൂടെ കയറിയതോടെ ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ മനസ്സിനെ ക്ലിയർ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവരായിട്ട് എന്നെ ഇന്നലെ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷമായി സാർ. അതിന് പടച്ച റബ്ബിനും സാറിനും 100 നന്ദി. ഓക്കെ, നിങ്ങൾ റിച്ച് മണി മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പൊ പുതിയ കോഴ്സിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ, വളരെ സന്തോഷം. അതോടുകൂടി നിങ്ങൾ ലൈഫ് തന്നെ മാറും. ഓക്കെ, മാറണം സാർ. ശരി ശരി. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുണ്ടോ? സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? സാർ ഇപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് രണ്ടാമത്തെ കാര്യം ഒന്ന് പറയാമോ? സ്ട്രെങ്തിന് എഴുതി വെക്കുക. എന്നാൽ നമുക്ക് എന്താ ടെൻഷനോ ഇഷ്യൂസ് വരുന്ന സമയത്ത് അതിലോട്ട് ഫോക്കസ് ചെയ്യാലോ. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ കഴിവുകൾ അതിന് എഴുതി വെക്കുക, അല്ലെങ്കിൽ അതിന് ആ സമയത്ത് ഓർക്കുക. നമ്മുടെ ബോധം എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ജീവിതം പോകും. അത് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അഷ്റഫ് സാറുടെ ബോധം മുഴുവനും വൈഫ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരാൾക്കും അഷ്റഫ് സാറെ സഹായിക്കാൻ പറ്റില്ല. അഷ്റഫ് സാറിന് റെക്കോർഡിംഗ് ഉണ്ടാവല്ലോ. റെക്കോർഡിംഗ് ഉണ്ടാവും. നമ്മൾ ഏത് ഭാഗത്താണോ ബോധം, ഖുർആനിലായത്തിന് നുവല്ലി മാ തവല്ല, നുവല്ലി നാം മനുഷ്യനെ തിരിക്കും, മാ തവല്ല അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ടേക്ക്. മനസ്സിലായില്ലേ? അത് വല്ലാത്തൊരു സംഭവമാണ്. താങ്ക് യു സർ. ശരി, ഇനി മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ 6-ാം തീയതി. ഓ സാറേ, ഞാൻ 9-ാം തീയതി കോഴ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാറ് ഓൺലൈനിൽ എന്നും കൂടാന്ന് ഞങ്ങൾക്ക് നൊയമ്പിന്റെ സമയമാണല്ലോ സാറേ. രാവിലെ പള്ളിയിൽ പോകുള്ള റിക്കോർഡ് കേട്ടാൽ ബുദ്ധിമുട്ടില്ല. റെക്കോർഡിംഗ് ഉണ്ടാവും. ഒന്നും ഒഴിവാക്കണ്ട. പിന്നെ ഇന്നൊക്കെ ആണെങ്കിലും പള്ളിയിൽ പോകണ്ട. എനിക്കൊക്കെ ഇതിന്റെ റിക്കോർഡ് എനിക്ക് ഗ്രൂപ്പിലുള്ളവർക്ക് റിക്കോർഡ് തരാൻ പാടില്ല സാറേ. ഇന്നും പള്ളിയിൽ പോയില്ല. റെക്കോർഡിംഗ് തരുന്നുണ്ടല്ലോ, എല്ലാത്തിനും റെക്കോർഡിംഗ് തരുന്നുണ്ടല്ലോ. ഈ ക്ലാസ്സിന് റെക്കോർഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, യൂട്യൂബിൽ ഉണ്ടാവാറുണ്ടല്ലോ. യൂട്യൂബിൽ ഇതിന്റെ ഒന്നും ഇല്ലല്ലോ, ഡെയിലി ഉള്ളതിന്റെ ഇല്ലല്ലോ. ഡെയിലി ഉള്ളതിന്റെ നമ്മൾ കൊടുക്കാറില്ല. ഇതിന്റെ റെക്കോർഡിംഗ് യൂട്യൂബിൽ ഉണ്ടാവും. നമുക്ക് പള്ളിപ്പോക്ക് മുടക്കണോണ്ട് ഒരു ഇതുപോലെ പള്ളിപ്പോക്കൊന്നും മുടക്കണ്ട. പള്ളിപ്പോക്ക് അതിൻ്റെതായ മുറക്ക് നടക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറ്റി വെച്ച സാധനം ഉണ്ട്, അത് തരും സാർ. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ശരി ശരി. പള്ളിപ്പോക്കും അമ്പലപ്പോക്കും ഒന്നും നടത്തണ്ട, അതൊക്കെ അതിന്റെ മുറക്ക് പോട്ടെ. ശരി, മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും 9-ാം തീയതി നടക്കുന്ന 6-ാം തീയതി നടക്കുന്ന മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 9-ാം തീയതി നടക്കുന്ന മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാമിലോട്ടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ ട്രഷറിന്റെ 5-ാമത്തെ ബാച്ച് ഏപ്രിൽ പകുതി തുടങ്ങും. മെയിൽ അതിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതും നിങ്ങൾ പരിഗണിക്കുക. ഞാൻ പറയുന്നത്, നമ്മൾ എന്താ പറയാ, നമുക്കൊക്കെ എന്തെങ്കിലും അസുഖമോ മറ്റോ വരികയാണെങ്കിൽ നമ്മൾ ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും കടം വാങ്ങിയോ ഒക്കെ ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായി ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ട്രഷർ എന്ന് പറയുന്നത്. കാരണം 6 മാസം നമ്മൾ നമ്മളെ തന്നെ ശരിക്കും ഇതാക്കി, നമ്മളെ കൃത്യമായി മനസ്സിലാക്കി വല്ലാത്തൊരു ഡീപ്പിലോട്ട് കൊണ്ടുപോയി ഒരു പൂർണ്ണ വ്യക്തിയായി മാറുക എന്നതാണ്. അതോടുകൂടി നമുക്ക് എല്ലാം ഉണ്ടാവും. പൈസ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ബന്ധങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മെയ് മാസത്തിൽ വരുന്നുണ്ട്. അതായത് ഈ മാസം തന്നെ, ഈ മാസം പകുതി അതിൻ്റെ ഫസ്റ്റ് സെഷൻ. അതിന് നമ്മുടെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം ആദ്യം, അല്ലാതെ ഒന്നും അതിൽ പങ്കെടുത്തൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ആദ്യം. ഏതൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകേണ്ടത്. അതിനുശേഷം 1-2 സെഷൻസിന് ശേഷമാണ് ട്രഷർ എന്ന കോഴ്സ് ഔദ്യോഗികമായിട്ട് തുടങ്ങുക. സോ അത് ഈ മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതും എല്ലാവരും ഭാഗവാക്കാവുക. അതിനൊക്കെ മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക, ഏതെങ്കിലും മണി മൈൻഡ് സെറ്റോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ കോഴ്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് വരുന്നതായിരിക്കും നന്നാവുക. ശരി, മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും
ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു.